ഞങ്ങൾക്ക് നല്ല പ്രായമുണ്ട്, അതുകൊണ്ട് കുറെ കണ്ടാ പറയില്ല. അതാണ് ആ ഒരു എങ്ങനെ നിങ്ങൾ ഇത്ര ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അല്ല, ഞാൻ ആദ്യം ചോദിച്ചത് ഇത് ഇനിയിപ്പം ഞാൻ ചോദിച്ചല്ലോ സിംഗിൾസ് ആണോ കപ്പിൾസിന് വേണ്ടിയിട്ട് ടാർഗറ്റ് ചെയ്തത്. കപ്പിൾസിന് വേണ്ടിയിട്ടാണെങ്കിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. സിംഗിൾ ആണല്ലേ. ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ആക്സിഡന്റ് ആയ ടൈമില്? ഇല്ല, ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതല്ല, പക്ഷെ ശരിക്കും ഒരു കട്ടുണ്ടല്ലേ? ആണല്ലേ. ഇവിടേക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പോയിട്ട് വീടിനടുത്തുള്ള കൊച്ചിനോട് ഡയലോഗ് പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ട് ഞാൻ. മറുപടിക്ക് നിന്നില്ല. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഏറ്റവും പുതിയ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയായ ബ്രഹ്മാൻസിൻ്റെ വിശേഷങ്ങളുമായി അതിലെ 2 കിടിലൻ ആക്ടേഴ്സാണ് ശ്യാം ആൻഡ് സംഗീത്. ഹലോ. താങ്ക് യു. ഹായ്. ഹായ്. നിങ്ങൾ ആക്ച്വലി ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ മടുത്തിരിക്കുമായിരിക്കും അല്ലേ? ഏയ് മടുപ്പൊന്നുമില്ല, നമ്മുടെ ജോലിയുടെ ഭാഗമാണല്ലോ. എന്തോ വൈബൊക്കെ വന്നിരിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു. അത് തുടക്കം ആദ്യത്തെ 2 യുദ്ധത്തിൽ ഞങ്ങൾ അങ്ങനെ ഇരിക്കും, 3-ാം ദിവസം. ഓക്കെ, ഫെബ്രുവരി 14 ബ്രൊമാൻസ് റിലീസ് ചെയ്യുന്നത്. ഇത് സിംഗിൾസിന് വേണ്ടിയിട്ടാണോ കപ്പിൾസിന് വേണ്ടിയിട്ടാണോ? ഇത് സിംഗിൾസിനും കാണാം, കപ്പിൾസിനും കാണാം, എല്ലാവർക്കും കാണാം. ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മൂഡുണ്ടല്ലോ, ഒരു മൊത്തത്തിലൊരു എന്താ പറയാ, കുറച്ച് എക്സാജറേഷനും കുറച്ച് വിയേർഡായിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സിന്റെ ഒരു ജേർണിയാണ്. ഈ ട്രെയിലറിൽ കാണിക്കുന്ന പോലെ മറ്റൊരു ക്യാരക്ടർ മിസ്സാവുന്നു, ബാക്കിയുള്ളവർ അന്വേഷിച്ച് പോകുന്നതാണ്. അപ്പൊ അതില് ഒരു ആ കഥയിലൊരു ഫണ്ടുണ്ട്, അത് എല്ലാ തരം ആൾക്കാർക്കും കണക്ട് ആവുന്ന ഒരു അല്ലേ, ഫാമിലിക്കും കാണാം ഈ പറഞ്ഞ പോലെ. കാരണം ഈ അടുത്ത് നമ്മളിപ്പോ ആവേശം കാണുമ്പോഴും പ്രേമലു തുടങ്ങിയ എല്ലാ പടങ്ങളും എല്ലാ ഏജിലുള്ള ആൾക്കാർക്കും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പടവും എല്ലാവർക്കും വർക്കാവാൻ സാധ്യതയുള്ള ഒരു പടമായിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇതിൽ ഫണ്ണായിട്ടാണ് എല്ലാ പരിപാടികളും പോകുന്നത്. അങ്ങനെയാണ്. ഓക്കെ, എനിക്ക് ആക്ച്വലി വന്നപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രബലു ഫീലാണ് തോന്നുന്നത്. കാരണം ഇതില് മാത്യുവും കൂടി ഉണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിരുന്നു. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ബ്രൊമാൻസിന്റെ ഒരു പോസ്റ്ററിൽ, എല്ലാ പോസ്റ്ററിലും ഇംഗ്ലീഷിലാണ് ബ്രൊമാൻസ് എന്ന് എഴുതിയിരുന്നത്. അല്ല, ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയ ഒരു പോസ്റ്ററിൽ എനിക്ക് ഓഡിയോ ലോഞ്ച് മലയാളത്തിലാണ് ബ്രൊമാൻസ് എന്ന് എഴുതിയിരുന്നത്. അപ്പൊ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന കുറെ ഹൈദരാബാദ്, അവിടെ ആന്ധ്രയിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഒഡീഷയിലൊക്കെ ഉള്ള കുറെ ആൾക്കാരുണ്ട്, പ്രേമലു ഫാൻസ് ആണ്. അപ്പൊ അവരൊക്കെ വിചാരിച്ചത് പ്രേമലു 2 റിലീസ് ആവാൻ പോകുന്നു പറഞ്ഞു. കാരണം ഞാനുണ്ട്, ഇവനുണ്ട്, മാത്യുവിനെ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ഈ പ്രേമലു നമ്മളെവിടെ ഒരുമിച്ച് കണ്ടാലും ഒറ്റയ്ക്ക് കണ്ടാൽ പോലും പ്രേമലു ചോദ്യങ്ങളും. അല്ലേ, ശരിക്കും അമൽ ഡേവിസ് എന്ന് പറഞ്ഞ ആ ഒരു പേരിലേക്ക് മാറ്റപ്പെട്ടോ? അങ്ങനെ തോന്നുന്നുണ്ടോ? മാറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം. കാരണം അല്ല, പെട്ടു എന്നല്ല, ഭയങ്കര ഹാപ്പി ആയിട്ട് തന്നെ ആ പേര്, ഞാൻ എല്ലാ ആളുകളും എത്ര തവണ ആ പേര് വിളിച്ചാലും അതിലൊരു ഈഗോ ഹേർട്ടും ഇല്ല. ഭയങ്കര സന്തോഷമാണ്. കാരണം ആ പേരാണ് നമുക്കൊരു ഐഡന്റിറ്റി തന്നത്, ഇത്ര ആളുകളുടെ ഇഷ്ടം തന്നത്. അപ്പൊ അതുകൊണ്ട് ആ വിളി കേൾക്കാൻ ഇടയ്ക്ക് എന്നോട് ആൾക്കാർ സോറി പറഞ്ഞിട്ട് പറയും, അയ്യോ അമൽ എനിക്ക് ശരിക്കുള്ള പേര് വരില്ല. ഒരു കുഴപ്പമില്ല, വിളിച്ചോ. ഫൈറ്റൊക്കെ ഷൂട്ട് ചെയ്യുമ്പോഴല്ലേ അഖിൽ ബ്രോയും ഒക്കെ ആണെങ്കിൽ നമ്മള് അമൽ ഡേവിസേ പറഞ്ഞിട്ടാണ് ഈ പടത്തിലും. അതായത് ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു കുറെ പെർസെന്റേജ് എത്തി. പക്ഷെ എന്നിട്ടും ഈ പടത്തിലെ ക്യാരക്ടറിനെക്കാളും എന്റെ ഒറിജിനൽ പേര് വിളിക്കുന്ന പോലെയാണ് അവര് അമൽ ഡേവിസെ എന്ന് വിളിക്കുന്നത്. ഈ പടത്തിലെ ക്യാരക്ടറിന്റെ പേര് എന്തായിരുന്നു? ഹരിഹരസുധൻ. ഹരിഹരസുധൻ. അല്ല, എല്ലാത്തിലും ഒരു ഭയങ്കര പേരുകളാണ്. പേരുകള് എനിക്ക് ആദ്യം മുതലേ ഇപ്പൊ ഹൃദയത്തിൽ എന്റെ പേര് അധികം അതിനകത്ത് അങ്ങനെ വിളിക്കുന്നില്ല പേര്. പക്ഷെ പടത്തിലെ പേര് ബൈജു ഇടിക്കുളാന്നായിരുന്നു. എനിക്ക് ഞാൻ ആദ്യം കേട്ടപ്പോ തന്നെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അതായിരുന്നു. അന്ന് അങ്ങനെ ആക്ടിങ്ങോ ബാക്കി കാര്യങ്ങളിലോ ഒന്നും എക്സൈറ്റ്മെന്റ് ഉണ്ടായില്ല. കേട്ടപ്പോ തന്നെ ഇഷ്ടമായത് ഈ 2 കാര്യങ്ങളായിരുന്നു. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡാണ്. പിന്നെ നിന്റെ ക്യാരക്ടറുടെ പേര് ബൈജു ഇടിക്കുളാന്നാണെന്ന് വിനീതേട്ടൻ പറഞ്ഞപ്പോ ചേട്ടാ നമുക്ക് ചെയ്യാം, ഒന്ന് നോക്കട്ടോ. അതേപോലെ തന്നെ ഇപ്പം അമൽ ഡേവിസ് എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ ഈ JK എന്ന് പറയുന്ന സാധനം ഇപ്പൊ സലീമേട്ടന്റെ ക്യാരക്ടേഴ്സ്, അങ്ങനെ പല ലെജൻഡ്സിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തു വെച്ച ചില ഡയലോഗ്സ് നമ്മൾ ഇപ്പോഴും പറയും. അതേപോലെ തന്നെയാണ് ഈ JK. ഇപ്പൊ എവിടെ നോക്കിയാലും ആൾക്കാർ അത് ഇപ്പൊ റിയൽ ലൈഫിൽ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭാവന കൊടുക്കാൻ സാധിച്ച ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു പ്രേമലു. JK എന്നുള്ളത് ഗിരീഷ് കിരണും കൂടെ എഴുതി വെച്ച സംഭവം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇവനെ അമൽ ഡേവിസ് എന്ന് വിളിക്കുന്നു, പക്ഷെ എന്നെ ആദ്യം നല്ല വിളിക്കുന്നത്. ആദ്യം എന്നുള്ള പേര് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വിളിക്കുന്നത് JK ആണ്. ഈ ഒരു ഇത് കാണിച്ചിട്ട് വണ്ടിയിലൊക്കെ പോകുമ്പോൾ സിഗ്നലിലൊക്കെ നിൽക്കുമ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ
ഇങ്ങനെ കാണിക്കും. ഞാനിപ്പോ പറഞ്ഞു ഇവിടെ നിന്ന് കണ്ടപ്പോ ജയിക്കണ്ടല്ലോ ആ ഒരു സാധനം. അത് ഭയങ്കര നമ്മളൊക്കെ ഒരു സമയത്ത് ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം കരിക്കിന്റെ ഒക്കെ വീഡിയോസ് ഇറങ്ങുന്ന സമയത്ത് കരിക്കിന്റെ എല്ലാ ഡയലോഗുകളും വൈറലായിരുന്നു. അവനോടൊന്നും തോന്നല്ലേ. അപ്പൊ ഞങ്ങൾ മറ്റേ യൂട്യൂബിൽ പൊന്മുട്ട ചെയ്ത സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പറയാം, നമ്മുടെ എന്തെങ്കിലും സാധനം ഇങ്ങനെ വൈറലായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ റീച്ച് കിട്ടിയേനെ. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പോലെ എന്റെ ഇവന്റെ ഒക്കെ പേരിലെ ടീഷർട്ട് വരെ ഞാനെല്ലാം വാങ്ങി. അതൊക്കെ ഞാനിരുന്ന് സെർച്ച് ചെയ്യും ഗൂഗിളിൽ, മറ്റേ ആദ്യ ടീഷർട്ട് അങ്ങനെ 3-4 കിട്ടി എല്ലാം ഞാൻ വാങ്ങി. ഞാനൊരു ദിവസം ഇതുപോലെ മറൈൻ ഡ്രൈവിൽ പോകുമ്പോ 2 പിള്ളേര് രണ്ടുപേരും ഈ നോൺ കേഴ്സ് എന്റെ മുഖം ഒന്ന് വെച്ചിട്ട് ആ ടീഷർട്ട് ഇട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് നമുക്ക്. ശരി, അത് ഭയങ്കര ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയി. ഓക്കെ, നമ്മള് പ്രേമലും അല്ല, നമ്മുടെ പ്രമോഷൻ വഴിതെറ്റി പോകുന്നു. റൊമാൻസ് ആണ്. ഈ റൊമാൻസും ഉണ്ട് അപ്പൊ അല്ലെ? റൊമാൻസും ഉണ്ട്. അപ്പൊ എന്ത് റൊമാൻസും തമ്മിലുള്ള ഡിഫറൻസ്? പടത്തിലാണോ ശരിക്കുള്ള റൊമാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കൂടുതലും ഈ മെയിൽ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ പറയുന്നതാണ് ഈ റൊമാൻസ് എന്ന് പറയുന്നത്. പക്ഷെ ഈ സിനിമയിലേക്കും അല്ലാതെ വരുമ്പോഴാണെങ്കിലും നമുക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇപ്പൊ ഈ സിനിമയിൽ തന്നെ നമ്മളെല്ലാരും റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു പ്രശ്നം വരുമ്പോ ആദ്യം ഓടിയെത്തുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ. അതാണ് ഈ സിനിമയുടെയും ഒരു തോട്ട്. ഇപ്പൊ ഇവന് വേണ്ടിയിട്ട് ഒരാൾ ഓടുന്നു, അയാൾക്ക് വേണ്ടി വേറൊരാൾ ഓടുന്നു, നമ്മളുടെ കൂടെ വേറെ ആൾക്കാർ ഓടുന്നു എന്ന് പറയുന്ന ആ ഫ്രണ്ട്ഷിപ്പ് പരിപാടിയാണ് ഈ സിനിമയിൽ മുമ്പോട്ട് പോകുന്നത്. അതാണ് റൊമാൻസ് ഈ സിനിമയിൽ വരുമ്പോ. റൊമാൻസ് എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? എന്താ ചേട്ടാ? അല്ല, ഞാൻ ആദ്യം ചോദിച്ചത് ഇതിനിപ്പം ഞാൻ ചോദിച്ചല്ലോ, സിംഗിൾസ് ആണോ കപ്പിൾസിന് വേണ്ടിട്ട് ടാർഗറ്റ് ചെയ്തത്? കപ്പിൾസിന് വേണ്ടിട്ടാണെങ്കിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. സിംഗിൾ ആണല്ലേ? അത് ഈ ഇന്റർവ്യൂലൂടെ ലോകത്തിനെ അറിയിക്കാൻ വേണ്ടിട്ടാണ്. അല്ല, ഞാൻ ഇടക്കിടക്ക് ഇടാറുണ്ട്, ആൾക്കാർ ചോദിക്കാൻ, പക്ഷെ ആരും മൈൻഡ് ചെയ്യാറില്ല, എന്താ അറിയില്ല. ഓക്കെ, ഇപ്പൊ ഇതില് ഒരു സോങ് റിലീസായി, കല്യാണത്തിന്റെ സോങ് ആയിരുന്നു. പക്ഷെ അതിലെ ലാംഗ്വേജ് ആൾക്കാര് പല, ഇത് എന്ത് ലാംഗ്വേജ്? കൊടവല്ലേ? കൊടവ ലാംഗ്വേജിലായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്. കുറേ കമന്റ്സ് കണ്ടായിരുന്നു, കുറെ പേർക്ക് അത് മനസ്സിലായി, ചിലവർ ഇത് ഭാഷയാ അങ്ങനെയൊക്കെ ചോദിച്ച് അതിന്റെ മീനിങ്സ് ഇല്ല. കൂർഗില് ഷൂട്ട് കാണുക എന്ന് പറയുന്നത്. നിങ്ങളുടെ ഷൂട്ട് ആ ഒരു ഭാഗത്തായിരുന്നു ഫുൾ? ആ ഭാഗത്ത് വയനാട് ഫോട്ടോ വെച്ചെല്ലാം കൂർഗായി മാറിയിട്ടുണ്ട്. കൂർഗിലും അവര് പോയിട്ട് കുറെ സംഭവങ്ങളുണ്ട്. പക്ഷെ പടത്തിൽ ആ ടെറൈൻ കാണിക്കുന്നത് കൂർഗായിട്ട് തന്നെയാണ്. അതിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ ആണ് ഞാനിപ്പോ പടം കാണുമ്പോഴൊക്കെ നമുക്ക് ആ ഒരു സ്പേസിന്റെ എപ്പോഴും ഇപ്പൊ പ്രേമല് വരുമ്പോൾ ഹൈദരാബാദ് ഭയങ്കര ഫ്രഷ് ആയിരുന്നല്ലോ. സിംഗിളറിൽ ഇതിന്റെ കുറെ ടെറൈൻ മാറ്റങ്ങൾ നമുക്ക് ഭയങ്കര രസമായിട്ട് വിഷ്വലി തോന്നിയായിരുന്നു ഞാൻ പടം കണ്ടപ്പോ. ഓക്കെ, ഇപ്പോൾ ഇതിലിപ്പം അർജുൻ ചേട്ടനുണ്ട്, മാത്യു ഉണ്ട്, ഇപ്പം നിങ്ങൾ രണ്ടുപേരും ഉണ്ട്. അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റൊമാൻസ് എങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളെല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഓൾറെഡി ഫ്രണ്ട്സാ. അത് ഓരോ സിനിമകൾ കഴിയുമ്പോഴും ഭയങ്കര ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയാണ് പടത്തിനെയും ഹെൽപ്പ് ചെയ്യുന്നത്. പെർഫോമൻസിലാണെങ്കിലും ഇപ്പോ ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു സീക്വൻസ് ഉണ്ട്, ഞാനിവരെ അടിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ അടിച്ചോണ്ട് ഇതുപോലെ റിപ്പീറ്റഡ്ലി ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആദ്യത്തെ 1-2 അടിയിൽ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ ADJ ആണെങ്കിൽ റിയലിസ്റ്റിക്കിന്റെ ആളാ. എന്നെ മാറ്റിയൊക്കെ വിളിച്ചിട്ട് ശരിക്കും അടിക്കുക, എന്നാലും അവന്റെ മുഖത്ത് ആ റിയാക്ഷൻ വരുള്ളൂ. അപ്പൊ ഞാൻ അത് അത്ര അടിയാൻ പറ്റില്ല, ഞാൻ എന്നാലും കൊള്ളിക്കാം, വേദനിപ്പിക്കാത്ത രീതിയിൽ പറഞ്ഞിട്ട് 1-2 കൊടുത്തപ്പോ ഇവനും ഒക്കെ. പക്ഷെ ലാസ്റ്റ് ടേക്കില് കുട്ടിത്തിരി മാറിപ്പോയി. സൗണ്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു മാത്യു ഷോട്ടിലായിട്ട് മാത്യു പോലും റിയാക്ട് ചെയ്ത് പോയി. എന്നിട്ട് എല്ലാവരും വിചാരിച്ചത്, നിങ്ങൾ ആക്ച്വലി എന്നോട് കഴിഞ്ഞപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ യൂണിറ്റിലൊരു ചേട്ടനൊക്കെ ചോദിച്ചു, പ്രശ്നത്തിലാണല്ലേ രണ്ടുപേരും. അത് നമുക്ക് ഞാൻ പറഞ്ഞു വന്നതാ, നമ്മൾ ഇതിനു മുമ്പുള്ള ഫ്രണ്ട്ഷിപ്പ് കൊണ്ടാണ് ആ ധൈര്യം വരുന്നത്. ഇപ്പോ ആ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് അറിയാം, വേറൊരു ആക്ടറിന്റെ അടുത്താണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ അത്ര അടുപ്പില്ലാത്ത ഒരാളുടെ അടുത്താണെങ്കിൽ അത് തന്നെ മതി ആ സെറ്റ് ചിലപ്പോൾ പടത്തിന്റെ ഷൂട്ട് മതിക്കാൻ. അപ്പൊ അതുകൊണ്ട് ഞാനൊക്കെ പല കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ദൈവം, ആളുകൾ ഒരു 25 വട്ടം പറയുമ്പോൾ ഇവൻ തന്നെ ഡൗട്ട് അടിച്ചു പോയോ, ശരിക്കും അടിച്ചാണോ? ഒരു പാവായതുകൊണ്ട് എന്തോ ആവാല്ലേ.
എന്തായിരുന്നു ആ ശരിക്കും അടിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ എന്തായാലും. ശരിക്കും അടി തന്നെയാണ്. അല്ല, അതിന്റെ ചേട്ടന് ഇത്രയും അറിയില്ലായിരുന്നല്ലോ അപ്പൊ അവന്റെ കുഴപ്പമില്ല, കാരണം ആ ഒരു സ്പേസ് നമ്മൾ തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് ദൂരെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിച്ച് ഫേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയൊക്കെ ഉള്ള ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മൾ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര വൃത്തികേടായിരിക്കും. ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്നോ? അതിന്റെ നമുക്കത് ആ സമയത്ത് കുറച്ച് പൊന്നീച്ച കണ്ടെങ്കിലും സീന് നന്നായപ്പോ പിന്നെ നമ്മളത് കുഴപ്പമില്ല. സന്തോഷായിരുന്നു. ഓക്കെ, എന്താ ക്യാരക്ടർ എന്താണ് ഇതില്? ഇതില് ഷിൻഡോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പൊ ട്രെയിലറിൽ കണ്ട പോലെ ബിൻഡോ ആണ് എന്റെ അനിയൻ മാത്യു. അപ്പോ ഒരു പോയിന്റില് ഷിൻഡോയെ കാണാതാവുന്നു. അവിടെയാണ് ഈ പരിപാടികളുടെ ഒരു തുടക്കം. അപ്പൊ ഷിൻഡോയെ കാണാതാവുന്നു ഷബീർ അല്ലേ, ഷബീറാണ് വിളിച്ച് പറയുന്നത്. അർജുന്റെ ക്യാരക്ടറാണ് വിളിച്ചിട്ട് പറയുന്നത്. അർജുനും ഞാനും ഫ്രണ്ട്സ് ആണ്, ഷബീറും ഞാനും ഫ്രണ്ട്സ് ആണ്. അപ്പം ഷബീറാണ് വിളിച്ച് പറയുന്നത് ഷിൻഡോയെ കാണുന്നില്ല. അവിടുന്ന് തുടങ്ങുന്ന ഒരു അന്വേഷണവും പരിപാടികളാണ്. റൊമാൻസിലേക്ക് നമ്മളെല്ലാരും കയറുന്നതാണ്. പിന്നെ എല്ലാവരും തമ്മിൽ ഒരു റൊമാൻസ്. ഞാനിങ്ങനെ ട്രെയിലർ കണ്ട സമയത്തെ ഭയങ്കര ഒച്ചെടുക്കുന്ന അലറും കൂടുതലും നിങ്ങൾ ഒച്ചെടുക്കുന്നു അവരൊച്ചെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ തൊണ്ടയുടെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു? പടത്തിൽ കുറെ ലൗഡ് മൊമെന്റ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോ നമുക്കത് മറ്റേ കൈവിട്ട് പോയി ചെയ്യുക എന്നുള്ളത് മാത്രമല്ല. ആ സമയത്ത് തൊണ്ടൊന്നും നോക്കുന്നൊന്നുമില്ല. ഷൂട്ട് ചെയ്യുന്ന സമയത്തും പിന്നെ ഡബ് ചെയ്യുമ്പോ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്യണം. അതാ ഞാൻ ചോദിച്ചേ, കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, ഇപ്പോ റൊമാൻസിന്റെ ഇപ്പൊ ട്രെയിലർ ആണെങ്കിലും സോങ്സ് ആണെങ്കിലും ഒക്കെ ഭയങ്കര ഹിറ്റ് ആയി. ഇപ്പൊ ഇതിലുള്ള കാസ്റ്റിംഗ് ആണെങ്കിലും ആൾക്കാർക്ക് ഒരുപാട് പറഞ്ഞ പോലെ ഒഡീഷയിലും ആന്ധ്രയിലൊക്കെ ഫാൻസ് ഉള്ള ആൾക്കാരാണ് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പൊ എത്രത്തോളം ഉണ്ട് ആ ഒരു എക്സ്പെക്ടേഷൻ? കാരണം February 14th റിലീസ് ചെയ്യുന്നത്, വാലന്റൈൻസ് ഡേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷൻ എത്രത്തോളം ഉണ്ട്? ഒരു എന്റർടൈൻമെന്റ് പടമാണ്. ഈ പറഞ്ഞ ഒഡീഷയിലെ ആന്ധ്ര ഫാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, മലയാള സിനിമയ്ക്ക് ഇപ്പൊ എല്ലായിടത്തും ഫാൻസ് ഉണ്ട്. ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന എനിക്കൊന്ന് ഇന്ത്യൻ സിനിമയിൽ തന്നെ എല്ലാവരും മറ്റേ നോക്കിക്കാണുന്നു പറയുന്ന മലയാള സിനിമയാണ്. കാരണം അത്രയും ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളും കണ്ടന്റുമാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പ്രേമലു എസ്പെഷ്യലി നമുക്ക് പ്രത്യേകിച്ച് ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഹൈദരാബാദിലും ഒക്കെ ആണെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഒരു ഫുൾ പാക്കേജ് ആണ്. ഇപ്പൊ ട്രെയിലറിൽ നമ്മൾ കാണിച്ച പോലെ തന്നെ ആ ഒരു എക്സെൻട്രിസിറ്റി, അലർച്ച എന്നൊക്കെ പറയുന്നത് കോമഡിയുടെ ഒരു എക്സ്ട്രീം വെർഷനിലൊക്കെയാണ്. നമുക്ക് അങ്ങനെ സട്ടിൽ കോമഡിയും ചെയ്യാം, നമുക്ക് മറ്റേ ഭയങ്കരമായിട്ട് ഇളകി ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പൊ ഇതിൽ അങ്ങനെ കുറെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ അതിൽ ഇമോഷണൽ ഡെപ്ത് ഉള്ള പരിപാടികളും ഉണ്ട് ക്യാരക്ടേഴ്സ് തമ്മിലുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ഏജ് ബാരിയർ ഇല്ലാത്തൊരു ഓഡിയൻസ്, എല്ലാ ടൈപ്പ് ഓഡിയൻസിനും കയറി കാണാവുന്ന. നേരത്തെ ചോദിച്ചാൽ കപ്പിൾസിന് മാത്രമല്ല, ഫ്രണ്ട്സ് ആയിട്ടും ഫാമിലി ആയിട്ടും ഒക്കെ കയറി കണ്ട് ഈ പറഞ്ഞൊരു പോപ്കോണും തിന്ന് കഴിച്ച് കൊള്ളാം എന്ന് പറഞ്ഞ് ഇറങ്ങി പോകാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള പടമാണ്. കൂടുതൽ നമ്മൾ ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് എന്തായിരിക്കും ഇതിന്റെ പിന്നിലുള്ള ഒന്നും ഡീകോഡ് ചെയ്യാനൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് കഥ പറഞ്ഞു പോയിട്ട് കുറച്ച് നമ്മളെ എന്റർടൈൻ ചെയ്യുന്ന ഒരു കുഞ്ഞു പടം. ഓക്കെ, ഈ സിനിമയെ കുറിച്ചിട്ട് ഇപ്പം ഇത് സ്റ്റാർട്ടിങ് മുതലേ നമ്മൾ കുറെ ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അറിയായിരിക്കുമല്ലോ എന്തിലേക്ക് വരുന്നത്. പെട്ടെന്നൊരു ദിവസം ആക്സിഡന്റ് ഉണ്ടായെന്ന് പറയുന്നു. അപ്പം ട്രെയിലർ കാണുമ്പോഴാണ് ആൾക്കാർ അന്ന് ആക്സിഡന്റ് ആയ യെല്ലോ ടിയാഗോ അല്ലേ ഇതെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ആക്സിഡന്റ് സ്റ്റോറി അറിഞ്ഞപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്തത്? ഞങ്ങള് ഇപ്പം അവനോട് വീണ്ടും വീണ്ടും അത് നമ്മള് പറയുമ്പോ അവൻ ആ ഒരു ട്രോമ ഇപ്പൊ നമ്മൾ തിരിച്ചു കളയെങ്കിൽ അത് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് അത് ഷോക്കാണ്. കൂടുതൽ ഇഞ്ചുറി കിട്ടിയത് അമൽ എനിക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോ അഖില നമ്മുടെ പ്രേമലിലെ അഖിലയുടെ എന്തോ കോളെന്തോ കണ്ട് ഞാൻ മിസ് കോൾ കണ്ടിട്ടാണ്. പിന്നെ വേറെ ആരുടെ മെസ്സേജ് കണ്ടു, ആ സംഗീതത്തിന് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ ഒരു ചങ്കിടിച്ചത് നമ്മുടെ ചങ്കിടിക്കൽ. അപ്പൊ ഞാൻ പെട്ടെന്ന് അവൻ അന്നൊരു ദിവസം ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നില്ല അതില്ല. അപ്പൊ ഞാൻ ADJ വിളിച്ചു, ആരെയൊക്കെ വിളിച്ചു, ആരും എടുക്കുന്നില്ല. പിന്നെ ന്യൂസ് ഇട്ടപ്പോഴാണ്, ന്യൂസിൽ ഓൾറെഡി മറ്റേ വരാൻ തുടങ്ങി. പിന്നെ ആരോ എനിക്കറിയില്ല, ആരെയോ വിളിച്ചു, നമ്മുടെ വിഷ്ണുവിനെ ആരെയാണെന്ന് തോന്നുന്നു. വിളിച്ചപ്പോ പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി സംഭവിച്ചു, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയാണ്, സംഗീതത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അവൻ അവിടെ അഡ്മിറ്റ് ആണെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അന്ന് വൈകുന്നേരം പോയി, ഞാനും വൈഫും കൂടെ ഒക്കെ പോയി കണ്ടു. പിന്നെ പറഞ്ഞ പോലെ നമ്മളത് ഓക്കെ ഇങ്ങനെ നടന്നു പോയി. എല്ലാവർക്കും ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. ADJ ഒക്കെ അന്ന് ശരിക്കും കാണുമായിരുന്നു, തകർന്നിരിക്കുകയായിരുന്നു പാവം. ഞാനും ഞങ്ങൾ പറയുകയും ചെയ്തു, ADJ മൊത്തത്തിൽ ഇങ്ങനെ ഒരു കട്ടായിട്ട് റിലേ കട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പാവം. കാരണം ആ പുള്ളിയുടെ ഫിലിമിലുണ്ടായ ഒരു ആക്സിഡന്റ് ആണല്ലോ, ഭയങ്കരമായിട്ട് അവരെ ബാധിക്കുമല്ലോ. പക്ഷെ പിന്നെ ഓക്കെ അതിന് കുഴപ്പമൊന്നും ഇല്ലാന്ന് അറിഞ്ഞപ്പോ സന്തോഷമായി. പിന്നെ അവൻ വന്നിട്ട് അതിന്റെ അപ്പുറം എനർജിയിൽ അഭിനയിക്കാനും തുടങ്ങി. ആ ഒരു തിരിച്ചുവരവ് എത്രത്തോളം ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഇമ്പാക്ട് എത്ര ഹാപ്പി ആയിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു ആക്ച്വലി. ആക്സിഡന്റ് ആയ ടൈമില്
ഇല്ല ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതല്ല ആക്സിഡന്റ് ഉണ്ടാകുമ്പോ ഷൂട്ട് നടക്കുന്നു അല്ലേ? ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഞാൻ പ്രേമലുവിന് ശേഷം കുറെ കഥകളൊക്കെ കേട്ടിട്ട് ഭയങ്കര ആഗ്രഹിച്ചിട്ട് വെയിറ്റ് ചെയ്ത് ചെയ്തൊരു പടമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്ത പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു 10 ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഷൂട്ട് തുടങ്ങി. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പം എനിക്കൊക്കെ പ്രത്യേകിച്ചുള്ളതാണ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലുള്ള ഒരു പാടുണ്ടാവും ഇതിനോടൊന്ന് സെറ്റായിട്ട് വരിക എന്നുള്ളത്. അതൊക്കെ ഒന്ന് പയ്യെ കവർ ചെയ്ത് നമ്മൾ സിങ്കായി വരിക എന്ന് പറയുന്ന കറക്റ്റ് ഒരു സമയത്തായിരുന്നു. പിന്നീട് ഒരു മാസം നമ്മളൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ബ്രേക്ക് കഴിഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും പ്രത്യേക സ്നേഹം കൂടുതലാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ജോലി കുറച്ചും കൂടി എളുപ്പമാകുമായിരുന്നു. എനിക്ക് ഉള്ള കംഫർട്ടിങ് വരുമ്പോഴാണല്ലോ നമുക്ക് പെർഫോമൻസും എല്ലാം കുറച്ചും കൂടി ഈസി ആകുന്നത്. ഭയങ്കര സമാധാനത്തിലാണ്. പിന്നെ ഓൾസോ ആ ഒരു മാസം കൊണ്ട് ഭയങ്കര പ്രിപ്പയർഡ് ആയിരുന്നു എല്ലാം കൊണ്ടും മെന്റലിയൊക്കെ ആയിരുന്നു. ഓക്കെ, ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ആക്സിഡന്റ് വീഡിയോ അയ്യോ, അതൊരു ഇന്റർവ്യൂവിന് അർജുൻ ചേട്ടൻ കാണിച്ചു തന്നു. അപ്പൊ ഞെട്ടിപ്പോയി. അതല്ല, വേറൊരു വീഡിയോ കാണിക്കട്ടെ. ഇത് ആ ഒരു ട്രോള് വന്ന സമയത്ത് ഞാൻ കിടക്കയിലായിരുന്നു. ആക്സിഡന്റ് പറ്റിയതിന്റെ അന്നോ പിറ്റേ ദിവസമോ 2 ദിവസത്തിനുള്ളിൽ എന്തോ ആയിരുന്നു ഇത്. അപ്പൊ ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ട്രോളുകൾ എൻജോയ് ചെയ്യുന്ന ആളാ. അത് എനിക്കിട്ടിപ്പോ ഹൃദയത്തിലും ഈ അടുത്തായിട്ട് കുറെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ഇവന്മാരുടെ ക്രിയേറ്റിവിറ്റി നമ്മളുടെ ഹ്യൂമർ സെൻസിനെ കുറച്ചും കൂടി ഓണാക്കും എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ അടിപൊളിയായിരുന്നു. ഇത്രയും താങ്ക് യു ട്രോളേഴ്സ്. എനിക്ക് മറ്റേ തമിഴ്നാട്ടിലും പോലും കുറച്ചും കൂടി അവിടെയൊക്കെ ഈ ട്രോളുകൾ ഭയങ്കരമായിട്ട് അവിടെയും പ്രേമലും കൂടി വർക്കായിട്ടിരിക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് തമിഴ് പേജുകളൊക്കെ ഉണ്ട്. തമിഴിൽ ഇങ്ങനെ ഒരുപാട് പേജിൽ ട്രോൾ ഇടുന്നത് പാട്ടിറങ്ങിയ സമയത്ത് വിജയ് സാർ അറിഞ്ഞോന്നോ? അറിഞ്ഞു. ശരിക്കും അല്ല, ആ ഒരു എന്താ അത് ഫീൽ ചെയ്തത്? ഇപ്പം ട്രോളാണോ? ഭയങ്കര ഇഷ്ടായി. ഈ ട്രോൾ ഇഷ്ടായോ വിജയ് സാറിന്റെ? ഓ ഇഷ്ടായി. നമ്മളെ ഇൻസൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ബുള്ളി ചെയ്യുന്ന അല്ലാത്തതൊക്കെ നമുക്ക് ഭയങ്കര എൻജോയ് ചെയ്യാം. പക്ഷെ ശരിക്കും ഒരു കട്ടുണ്ടല്ലേ? ആണല്ലേ? ഇവിടേക്ക് കറക്റ്റ് ഉണ്ട്. ആ ട്രോൾ വന്നതിന് ശേഷം ഞാൻ ഒന്നും കൂടെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഫീൽ ചെയ്തു. ഓക്കെ, എന്തായാലും ഇത് വാലന്റൈൻസ് ഡേക്ക് റിലീസ് ആവുന്ന ഒരു സിനിമയാണ്. ഫെബ്രുവരി എന്ന് പറയുന്നത് മന്ത് ഓഫ് ലവ് ആണ്. അപ്പോൾ എനിക്കറിയാം നിങ്ങളൊക്കെ ഫാമിലി ഉള്ള ആൾക്കാരാണ്. പക്ഷെ എന്നാലും ചെറിയൊരു സെഗ്മെന്റും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. അതിലിപ്പോ ആരാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിയത് പറഞ്ഞു. ഞങ്ങൾക്കിത് അറിയാം, ശീല. ഇത് ഇവിടെ കൂട്ടി 12ാമത്തെ ഇന്റർവ്യൂലായി ഈ റൗണ്ട് കളിക്കുന്നത്. ഈ റൗണ്ടാണോ? അയ്യോ. ഓക്കെ, ബെസ്റ്റ് വാലന്റൈൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് നിങ്ങൾ ആരായിരിക്കും? ആരാന്ന് തോന്നുന്നത്? ഞങ്ങൾ ഒരുമിച്ചല്ലോ അത്. ഞങ്ങള് അന്ന് ബീച്ചിൽ അല്ല, എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തോന്നല്. അതെ, പ്രത്യേകിച്ച് ഫാമിലിയുടെ കൂടെ രണ്ടുപേരും. ഞങ്ങൾ കഴിഞ്ഞൊരു ഇന്റർവ്യൂല് പറയുള്ളൂ ഹോം സെക്ട് ആരാന്ന് വെച്ചപ്പോ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് നോക്കി ഇതിൽ ആരാന്നുള്ളത്. രണ്ടുപേരും നമ്മുടെ ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ഒരു ബെസ്റ്റ് വാലന്റൈൻസ് ഡേ മെമ്മറി അത് ഈ ഫെബ്രുവരി 14 ഈ വരുന്ന അതല്ല വേറെ എന്താ? ഞങ്ങൾ രണ്ടുപേരും മാരീഡ്, കല്യാണം കഴിഞ്ഞ ശേഷമുള്ളതാണ്. 2 വർഷം ഒക്കെ, 1 വർഷം 1.5 വർഷം ഒക്കെ അല്ല നിന്റെ? 1 വർഷം ആയിട്ടേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അതുപോലും ഉണ്ടാവാറില്ല. ഞങ്ങളാ എല്ലാ ദിവസങ്ങളും നമ്മള് ഹാപ്പി ആയിട്ട് പോവാ. ഏതൊക്കെ ദിവസമാണ് കൂടുതൽ ഹാപ്പി അപ്പൊ അത്രയും സന്തോഷം എന്നുള്ളതേ ഉള്ളൂ. ബർത്ത്ഡേയും ആനിവേഴ്സറീസും ഒക്കെ നമ്മള് ആഘോഷിക്കും. ഏറ്റവും കൂടുതൽ തേപ്പ് കിട്ടാൻ ചാൻസ് ഉള്ളത് ആർക്കായിരിക്കും?
മത്സരം കടുക്കുകയാണല്ലോ. പറഞ്ഞു ചാൻസ് ഉള്ളതായിരുന്നു ഇത്. പക്ഷെ ഇത് ഇങ്ങനെ പറയുന്നത് ഞങ്ങള് ചിലപ്പോ എനിക്കായിരിക്കും അങ്ങനെ. ഇപ്പൊ ഇവര് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ചിലപ്പോ ആ പുള്ളിക്കായിരിക്കും ഇൻട്രോവേർട്ടാണ്, അതുകൊണ്ട് മിണ്ടിയിരുന്ന ആളാ, പെട്ടെന്ന് ഒരു സുപ്രഭാതം മിണ്ടും. അത് ഈ പറഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം അല്ലേ അങ്ങനെ അങ്ങോട്ട് പിടിച്ച് കയറി പെമ്പിളോട് സംസാരിക്കുകയോ ചെയ്യുന്ന ആൾക്കാരായിരുന്നില്ല അല്ല ആ ഒരു സമയത്ത്. അല്ല ഇപ്പഴാണെന്നല്ല പറയുന്നത്, പണ്ട് ടേപ്പ് കിട്ടിയെന്ന് പറഞ്ഞ മറ്റൊരു പ്രേമിച്ച് നടക്കാൻ സാധ്യത. റിജക്ഷൻ കിട്ടിയത്, റിജക്ഷൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് എത്ര റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ടാവും? ഒരുപാട് കിട്ടിയിട്ടുണ്ട്. റിജക്ഷൻ കിട്ടി എനിക്ക്. ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യൽ കുറവായിരുന്നു. മറ്റേ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പോയിട്ട് ആ വീടിനടുത്തുള്ള കൊച്ചിനോട് ഡയലോഗ് പറഞ്ഞിട്ട് ഓടിയിട്ടുണ്ട് ഞാൻ. മറുപടിക്ക് നിന്നില്ല. റിജക്ഷൻ കിട്ടിയില്ല. അതിനുള്ള സമയം അത് ഫ്രണ്ട്സ് എല്ലാരും കൂടെ മൂപ്പിച്ചെന്ന് പറയില്ല, മൂപ്പിച്ച് വിട്ടതാണ്. ഈ നമ്മൾ സ്ഥിരം ചില ആൾക്കാരെ കാണും, ഐ കോണ്ടാക്ട് ഉണ്ടാവും. അങ്ങനെ നാട്ടിലുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു. ഞാൻ കാണും, പുള്ളിക്കാരും കാണും, ചിരിക്കും. ക്രിക്കറ്റ് കളിക്കുന്നിടത്തൊക്കെ പോയി, ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഒരു ഗ്രൗണ്ട് ഉണ്ട്, ഞാൻ വഴിയിലാണ് കുട്ടിയുടെ വീട്. അപ്പൊ പോകുമ്പോ ഇങ്ങനെ നോക്കിയിട്ടൊക്കെ പോകും, ബോള് ബാറ്റൊക്കെ ഇങ്ങനെ വെച്ച് ബോളൊക്കെ അങ്ങനെ പോകാറുണ്ട്. അപ്പൊ ഇതുപോലെ ഒരു ദിവസം അവന്മാര് പറഞ്ഞു, എടാ വേറൊരു നമ്മുടെ കൂട്ടത്തിലുള്ള അടുത്ത് നോക്കുന്നുണ്ട്, നീ ഇപ്പൊ പറഞ്ഞു അല്ലെങ്കിൽ പോക്കാണ്, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് സെറ്റ് ആവും, മറ്റേതാണ് നിങ്ങൾ പിന്നെ ഇതാവും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതും കേട്ടിട്ട് ഞാൻ പോയി ഒരു കാര്യം പറയണ്ട, ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം ലിറ്ററലി ഓടി. ഞാൻ പിന്നെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെ വീടിന്റെ സൈഡിൽ കൂടി പോകാറില്ല. പിന്നെ എപ്പോഴോ ഒരു ഫംഗ്ഷന് ഏതോ ഒരു കല്യാണത്തിന്റെ പാർട്ടിയിൽ വെച്ച് പുള്ളിക്കാരെ കണ്ടു. പുള്ളിക്കാരും തിരിച്ചു, ഞാൻ തിരിച്ചു, അവിടെ തീർന്നു. ഇതുപോലത്തെ എന്തെങ്കിലും രസകരമായ അനുഭവങ്ങൾ? രസകരമായിട്ടുള്ളതല്ല, കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. ഇല്ല അങ്ങനെയൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതാ. അങ്ങനെ അത് ആ കൊറേ ഞങ്ങൾക്ക് നല്ല പ്രായമുണ്ടെന്ന്, അതുകൊണ്ട് കൊറേ കാലം പറയില്ല. അതാണ് ആ ഒരു എങ്ങനെ നിങ്ങൾ ഇത്ര ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നേ? കുഴമ്പൊക്കെ തേച്ച് വൈദ്യരുടെ കഷായം ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് റൂമിൽ പോയിട്ട്. ഏറ്റവും കൂടുതൽ ഗേൾസ് ഫാൻസ് ഉള്ളത് ആർക്കാ? മത്സരം കടുപ്പത്തോട് കടുവയില് രണ്ടുപേർക്കുണ്ട്. എനിക്ക് ആൻസർ കുറച്ച് ടഫർ. എനിക്ക് സ്മ്യൂളിലൊക്കെ പാടിയ സമയത്ത് ഭയങ്കര ഫാൻസ് ഉണ്ട്, ഗേൾസ് ഫാൻസ്. ഇപ്പൊ ഇല്ല കേട്ടോ. ഫാമിലി കല്യാണം കഴിയുമ്പോ ഫാൻസ് കുറഞ്ഞോ? കല്യാണം കഴിയുന്നോണ്ട് മാത്രമല്ല, നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇടുന്ന ഒരു പോസ്റ്റിലും കാര്യങ്ങളും മനസ്സിലാവുമല്ലോ ആൾക്കാർക്ക് എന്ത് ടൈപ്പാണെന്ന്. ഇപ്പൊ ഞാൻ ഇവനൊക്കെ ആണെങ്കിലും ഫുൾ ടൈം നമ്മൾ ഇടുന്ന ഫോട്ടോസ് മുഴുവൻ നമ്മുടെ വൈഫുമായിട്ടുള്ള ഫോട്ടോസ്. അപ്പൊ തന്നെ പിന്നെ ഈ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും ഫാമിലി മാൻ. ഈ അടുത്ത് ഞാൻ ശ്രദ്ധിക്കാറ്, ഞാൻ ഈ ഫോളോവേഴ്സിന്റെ അൺഫോളോവേഴ്സിന്റെ ഒക്കെ ചുമ്മാ നമ്മൾ ഈ അനലറ്റിക്സ് നോക്കുമല്ലോ. അപ്പൊ ചില ദിവസങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഇടിവ് കാണാം അതിനകത്ത്. എന്താന്ന് നോക്കുമ്പോ അന്നത്തെ ദിവസം വൈഫിന്റെ കൂടെ സ്റ്റോറി ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് അവളിപ്പോ കൊളാബൊക്കെ ഇടാൻ എന്റെ അടുത്ത് പറയുക വിഷമം തോന്നാറുണ്ട് അങ്ങനെ കുറയുമ്പോ. കുറയുമ്പോ വിഷമം കുറയുമ്പോ ബെസ്റ്റ് ലവ് ലൈഫ് ആർക്കായിരിക്കും? ഇതൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന സാധനങ്ങളാണ്. നിങ്ങൾ ലവ് മാരേജ് ആണോ? രണ്ടുപേരുടെ സക്സസ്ഫുള്ളി മാരീഡ് അല്ലേ രണ്ടുപേരും? ഓക്കെ, അടിപൊളി. ഏറ്റവും കൂടുതൽ തേപ്പ് കൊടുത്തത്? റിജക്ഷൻ അങ്ങോട്ട് ഞാനാണെങ്കിൽ പോലും ഞാനിവിടെ ഇത് പറയൂ, ഞാൻ കൊറേ പേരെ തേച്ചിട്ടുണ്ട്. മറ്റേ ജയറാവട്ടം പറയൽ 16 പേരെ തേച്ചിട്ടുണ്ട്. എന്നെ ശരിക്കും അറിയില്ല. ഞങ്ങളൊക്കെ ഭയങ്കര സാധുവായിട്ടുള്ള ആൾക്കാരാണ്. മനസ്സ് വിഷമിപ്പിക്കുന്ന പരിപാടികളൊന്നും ഇല്ല. ഞങ്ങളെ തേച്ച ഞങ്ങളൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ വീട്ടിലേക്ക് അറിയുന്ന ആൾക്കാർ അറിഞ്ഞിട്ടേ ഉള്ളൂ. സിഗ്മ മെയിൽ ആരായിരുന്നു പാസ്റ്റില്? പണ്ട് ഞാൻ സിഗ്മ ആയിരുന്നില്ല അധികം. അല്ല ഞാൻ ഒട്ടുമല്ല. ഞാൻ ഭയങ്കര ഇപ്പോഴും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് തോന്നുന്നില്ല, ഇതിലും സോഫ്റ്റ് സ്പോക്കൺ ആയിരുന്നു. ആൾക്കാരോട് സംസാരിക്കാൻ തന്നെ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പെമ്പിള്ളാരോട് സംസാരിക്കില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു ബോയ്സിന്റെ ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങുന്നു, പെമ്പിള്ളാരൊക്കെ സംസാരിക്കുമെന്ന് തന്നെ അങ്ങനെ പറഞ്ഞിട്ട് മാറി വേർക്കും ഞാൻ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് സിഗ്മയൊന്നും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഒരു റൊമാൻസ് തോന്നിയ ഒരു ബ്രോ? ഫിലിമീനോ? ആ ഫിലിമീന്ന് പറഞ്ഞാൽ ഫിലിം ഇൻഡസ്ട്രിയില് വേറെ ആരെങ്കിലും പറയൂ? അല്ല, നമ്മൾക്ക് ഇതാണ് എല്ലാവരും എത്രത്തോളം ഫ്രണ്ട്ലി ആണെന്നുള്ളതാണ്
ഈ ഫ്രണ്ട്ഷിപ്പ് എനിക്കൊക്കെ കുറച്ചും കൂടി ഇങ്ങനെ ഭയങ്കര ക്ലോസ് ആയി, ഞാൻ ആളുകളോട് ക്ലോസ് ആയിട്ട് ഇപ്പോൾ കൂടി വരുന്നത് സിനിമയിൽ നിന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്നു, ഞാൻ കേട്ടിരുന്നു, കുറച്ചൊക്കെ ആദ്യം കണ്ടിരുന്നു, സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിന് അധികം ബാധിക്കുന്നില്ല, അധികം ലോങ് ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളത്. ആ സിനിമയുടെ ഒരു 30 ദിവസം കഴിയുമ്പോൾ അത് മാറും എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളൊക്കെ പ്രേമല് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പോയിന്റിലൊക്കെ എവിടെയോ ചോദിച്ചിരുന്നു, ഇനിയിപ്പോൾ ഒരു 30 ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഇതൊക്കെ മാറുമോ എന്നുള്ളത്. പക്ഷേ ഇപ്പം ആക്സിഡന്റ് കാര്യം പറഞ്ഞില്ലേ, എന്നെ ICUവിൽ കയറിയിട്ട് ആ സമയത്ത് കണ്ട വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരാളായിരുന്നു ഇവനും വൈഫും, ഫാമിലി വൈസ്. അപ്പം നമ്മളുടെ കൂടെ ഇപ്പോഴും ഉണ്ട് ഇവരൊക്കെ. അത് ഭയങ്കര ഇമോഷണലി ഒക്കെ ഭയങ്കര കണക്റ്റഡ് ആണ് എല്ലാവരും. നെസ്ലിനാണെങ്കിലും മാത്യു ആണെങ്കിലും മമിത ആണെങ്കിലും അഖിലാണെങ്കിലും. ഇതിപ്പോൾ ഞാനൊരു സിനിമ വെച്ചിട്ട് പറഞ്ഞെന്നുള്ളൂ. ഇതിനകത്ത് അച്ചുവായിട്ട് അർജുൻ ചേട്ടനൊക്കെ ഇപ്പൊ ഒരു ലൈക്ക് നമ്മുടെ ഒരു ചേട്ടനെ പോലെ ഓരോ കാര്യങ്ങളും അച്ചുവേട്ടൻ കുറെ പഠിക്കാനൊക്കെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളി ആൾക്കാരോട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ, മഹിമ. അപ്പൊ ഞാനിപ്പോ ആരൊക്കെ വിട്ടുപോണ്ടെന്ന് അറിയില്ല, ഞാനിപ്പോ ആ ഒരു തൊട്ടടുത്ത ഓർമ്മയിലുള്ളവരൊക്കെ പറയണം, എല്ലാവരും നമ്മൾ ഭയങ്കര നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന, നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഭംഗിയുള്ളതാക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ തന്നെയാണ് എനിക്കും പറഞ്ഞ പോലെ. എനിക്ക് അങ്ങനെ അധികം ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്ത സിനിമകളിലൊക്കെ അത്യാവശ്യം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഇവനാണെങ്കിലും ഇവന്റെ കൂടെ ആദ്യത്തെ സിനിമ തൊട്ട് നമ്മളെ പരിചയമാണ്. നസ്ലിൻ ആണെങ്കിലും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് നസ്ലിനാണ്. അവന്റെ വീട്ടിലൊക്കെ നമ്മൾ പ്രേമലുവിന്റെ വീട്ടിലൊക്കെ പോയി, ഭയങ്കര നല്ല ഫാമിലിയാണ്. അപ്പൊ നമ്മളെപ്പോഴും പറയും നസ്ലിന്റെ ക്യാരക്ടറും പെരുമാറ്റവും ഒക്കെ ആണെങ്കിലും ഇപ്പൊ സെറ്റിൽ ആണെങ്കിലും അവനൊരു ചായ കുടിക്കുകയാണെങ്കിലും നമ്മളോട് എല്ലാവരും ചായ വേണോ, കുടിക്കുവോ, ചായ ഇന്ന് ചോദിച്ചിട്ട് അവൻ കുടിക്കുള്ളൂ, അല്ലാണ്ട് എനിക്കൊരു ചായ വന്നു. അപ്പൊ ഞാനൊക്കെ അങ്ങനെയാണ് ആ കാര്യത്തിലൊക്കെ ഞാൻ ഭയങ്കര ഇതാണ്. എല്ലാവർക്കും ചായ വേണമെന്ന് ചോദിക്കാൻ മനഃപൂർവ്വമല്ല, ഞാൻ മറന്നു പോകും, ഞാൻ എനിക്കൊരു ചായ വേണം എന്നുള്ള രീതി. പക്ഷെ അവൻ എല്ലാവരോടും ചോദിച്ചിട്ടൊക്കെ കുടിക്കുന്ന മമിത ആണെങ്കിലും എല്ലാവർക്കും ആ ഒരു ഇതുണ്ട്. ഇവരുടെ നമ്മള് ഇപ്പൊ ബിഗിനേഴ്സ് ആയതുകൊണ്ടായിരിക്കാം കുറെ പഠിക്കാനുണ്ട് ആളുകളോട് ഡീൽ ചെയ്യുന്നത്. നമ്മൾക്ക് ശേഷം വന്നവരോട് നമുക്കിപ്പോ ആ സ്നേഹം കാണിക്കാൻ ഇവര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ റൊമാൻസ്. എന്തായാലും ഒരു ഹിറ്റ് കോംബോയിലുള്ള ആൾക്കാരൊക്കെ സിനിമയിലുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്, സോങ് ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും ഒക്കെ നിങ്ങളെ സ്ക്രീനിൽ കാണാനും. അപ്പൊ എന്തായാലും വളരെ വലിയൊരു വിജയമാവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.